ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്यै നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനേ വ്യോമവദ്വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവവേദാന്തസിദ്ധാന്ത ഗോചരം തമഗോചരം ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതോസ്മ്യഹം. സദ്ഗുരും പ്രണതോസ്മ്യഹം. പ്രാരബ്ധകർമ്മം ജ്ഞാനിക്കുണ്ടോ? സഞ്ചിത കർമ്മമുണ്ടോ? ആഗാമി കർമ്മമുണ്ടോ? ഇത്തരത്തിലുള്ള 3 കർമ്മങ്ങളും സാധാരണ ഒരു മനുഷ്യനെ ബാധിക്കും. അപ്പോൾ ജ്ഞാനിക്ക് അങ്ങനെയുണ്ടോ എന്നാണെങ്കിൽ, പ്രാരബ്ധകർമ്മം മറ്റുള്ളവരുടെ മുമ്പിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ജ്ഞാനിയെ പ്രാരബ്ധകർമ്മം ഉണ്ട് എന്നാണ് ശ്രുതി പറയുന്നത്. ഇനി കൂടുതൽ പ്രാരബ്ധകർമ്മ ആർക്കാ ഉണ്ടെങ്കിൽ അത് ആർക്കാ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അടുത്ത ശ്ലോകങ്ങളിൽ 452 ശ്ലോകം. ജ്ഞാനോദയാത് പുരാരബ്ധം കർമ്മജ്ഞാനാന്ന നശ്യതി അദത്വാ സ്വഫലം ലക്ഷ്യം ഉദ്ദിശ്യോത്സൃഷ്ടബാണവത്. ജ്ഞാനോദയാത് പുരാരബ്ധം കർമ്മജ്ഞാനാത് ന നശ്യതി അദത്വാ സ്വഫലം ലക്ഷ്യം ഉദ്ദിശ്യോത്സൃഷ്ടബാണവത്. ജ്ഞാനോദയാത് പുരാരബ്ധം. മുമ്പ്, എപ്പോഴ്? ജ്ഞാനോദയത്തിനും മുമ്പ്. ഇപ്പോൾ സാക്ഷാത്കാരം, ഞാൻ ഈ പരമമായിട്ടുള്ള സത്യമാണ് എന്നുള്ള അറിവ് അല്ലെ അനുഭവം ഇതൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ്, ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് ഫലം തരാനായിട്ട് തുടങ്ങിയ ആ കർമ്മം ജ്ഞാനം കൊണ്ടൊന്നും നശിക്കില്ല. ആ കർമ്മത്തിൻ്റെ ഫലം ഓൾറെഡി അത് തരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. ഏത് കർമ്മമാണോ ആ കർമ്മത്തിൻ്റെ ഫലം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു എങ്കിൽ അത് ആ ഫലം കിട്ടും. ഏതുപോലെയാണെന്ന് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ്. തൊടുത്തുവിട്ട ശരം പോലെ. തൊടുത്തുവിട്ട ശരം ഓൾറെഡി അത് കയ്യിൽ നിന്നും വിട്ടുപോയിരിക്കുന്നു. അത് ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. അപ്പോൾ അതുപോലെ ആ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്ന കർമ്മം, അതായത് ഈ പ്രകർഷേണ അത് നല്ലതുപോലെ അത് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഫലത്തെ തരിക തന്നെ ചെയ്യും. ജ്ഞാനോദയാത് ആരബ്ധം. ജ്ഞാനോദയത്തിന് മുമ്പേ അത് ആരംഭിച്ചിരിക്കുന്നതാണ്. ആ കർമ്മം ജ്ഞാനം കൊണ്ടൊന്നും നശിക്കാൻ പോകുന്നില്ല. ഏതുപോലെ? തൊടുത്തുവിട്ട ശരം പോലെ. ഇനി അടുത്ത ശ്ലോകം ഒന്നുകൂടി ആ ഉദാഹരണത്തെ ഒന്നുകൂടി വ്യക്തമാക്കി തരുന്നു. വ്യാഘ്രബുദ്ധ്യാം വിനിർമുക്ത
വിനിർമുക്തോ ബാണഃ പശ്ചാത്തു ഗോമതോ ന തിഷ്ഠതി ചിനത്യേവ ലക്ഷ്യം വേഗേന നിർഭരം വ്യാഘ്രബുദ്ധ്യാ വിനിർമുക്തോ ബാണഃ പശ്ചാത്തു ഗോമതോ ന തിഷ്ഠതി ചിനത്യേവ ലക്ഷ്യം വേഗേന നിർഭരം. വ്യാഘ്രബുദ്ധിയ, ഒരു വേട്ടക്കാരൻ വ്യാഘ്രമാണ്, കടുവയാണെന്ന് കരുതിക്കൊണ്ട് അമ്പ് എയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കടുവയെ ലക്ഷ്യം വെച്ച്, കടുവ അവിടെ ഇരിക്കുകയായിരിക്കാം, അതിനെ ലക്ഷ്യം വെച്ചിട്ട് അമ്പ് എയ്ത് കഴിഞ്ഞു. പക്ഷേ എയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് കടുവയല്ല, അത് പശുവാണ്. പശുഹത്യ ഗോഹത്യ പാപം എനിക്ക് ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് അമ്പിനോട് വരാൻ പറഞ്ഞാൽ തിരിച്ചു വരുമൊന്നുമില്ല, അത് നിലയ്ക്കില്ല. അല്ലേ? നമ്മൾക്കറിയാം ദശരഥ മഹാരാജാവ് ഇങ്ങനെ ശബ്ദം കേട്ട ദിശയിലേക്ക് അമ്പെയ്യാനായിട്ട് സമർത്ഥനായിരുന്നു. അപ്പോൾ ആനയാണ് എന്ന് കരുതി, ആന തുമ്പിക്കൈയിൽ വെള്ളം കുടിക്കുന്ന ഒച്ചയാണെന്ന് കരുതിക്കൊണ്ട് ആ ശ്രവണകുമാരൻ വെള്ളം എടുക്കുകയാണ് തൻ്റെ വയസ്സായിട്ടുള്ള അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴാണ് അല്ലേ അമ്പെയ്തത്. അപ്പോൾ തൊടുത്തു വിട്ട് കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ മനസ്സിലായിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഞാനൊരു ജീവനാണ് എന്ന് കരുതി കർമ്മങ്ങൾ അനേകം ചെയ്തു കൂട്ടി, കർമ്മക്കുരുക്ക് അനേകം ചെയ്തു വെച്ചിരിക്കുന്നു. അപ്പോൾ ചിലത് അതിൽ ഫലം തരാനും തുടങ്ങിയിരിക്കുന്നു. ഒരുപാടുണ്ട് എങ്കിലും ആ കർമ്മസഞ്ചയത്തെ മുഴുവനും ജ്ഞാനാഗ്നി ദഗ്ധ കർമാണി ഭസ്മസാത് കുരുതേ അർജുന. ആ കർമ്മത്തെ മുഴുവനും, എല്ലാ കർമ്മങ്ങളെയും ഭസ്മമാക്കി കളയും. പക്ഷേ ഫലം തരാനായിട്ട് തുടങ്ങിയിരിക്കുന്നു പ്രാരബ്ധം. അപ്പം ജ്ഞാനിക്കും അത് അനുഭവിക്കുക തന്നെ വേണം. കാരണം ഈ രോഗങ്ങളൊക്കെ നമ്മൾക്ക് കാണാമല്ലോ, ചില മഹാത്മാക്കളിലൊക്കെ വലിയ വലിയ രോഗങ്ങളൊക്കെ, അയ്യോ മഹാത്മാവിന് ഇത്രയും വലിയ രോഗമോ, അത് പ്രാരബ്ധം വളരെ ശക്തമാണ്. അപ്പോൾ അത് അനുഭവിക്കുക തന്നെ വേണം എന്നുള്ളതാണ്. ആരനുഭവിക്കുന്നു എന്നുള്ളത് ചോദ്യമാണ്. ഓക്കെ, ഒന്നുകൂടി നമുക്കിത് വായിക്കാം. വ്യാഘ്രബുദ്ധ്യാ വിനിർമുക്തോ ബാണഃ പശ്ചാത്തു ഗോമതോ ന തിഷ്ഠതി ചിനത്യേവ ലക്ഷ്യം വേഗേന നിർഭരം പ്രാരബ്ധം ബലവത്തരം ഖലു വിദാം ഭോഗേന തസ്യ ക്ഷയഃ സമ്യക് ജ്ഞാനഹുദാശനേന വിലയഃ പ്രാക്സഞ്ചിതാഗാമിനാം ബ്രഹ്മാത്മൈക്യമവേക്ഷ്യ തന്മയതയാ യേ സർവദാ സംസ്ഥിതാഃ തേഷാം തത്രിതയം നഹി ക്വചിദപി ബ്രഹ്മൈവ തേ നിർഗുണം പ്രാരബ്ധം ബലവത്തരം ഖലു വിദാം ഭോഗേന തസ്യ ക്ഷയഃ സമ്യക് ജ്ഞാനഹുദാശനേന വിലയഃ പ്രാക്സഞ്ചിതാഗാമിനാം ബ്രഹ്മാത്മൈക്യമവേക്ഷ്യ തന്മയതയാ യേ സർവദാ സംസ്ഥിതാഃ തേഷാം തത്രിതയം നഹി ക്വചിദപി ബ്രഹ്മൈവ തേ നിർഗുണം പ്രാരബ്ധം ബലവത്തരം. അത് വളരെ, പ്രാരബ്ധം എന്നുള്ളത് വളരെ ശക്തമാണ്. വിദാം, ഈവൻ ജ്ഞാനിക്ക് പോലും അത് വളരെ ശക്തമാണ്. അതെങ്ങനെ ഇല്ലാതാകുക? ഭോഗേന തസ്യ ക്ഷയഃ, ഭോഗേന തസ്യ, അതിൻ്റെ ക്ഷയം, അതിൻ്റെ നാശം എങ്ങനെയാണ് സംഭവിക്കുക? ഭോഗേന. അപ്പോൾ അതിലൂടെ കടന്നു പോകുക. എന്താണ്? സുഖമാണ് എങ്കിലും ദുഃഖമാണ് എങ്കിലും അതിലൂടെ കടന്നു പോകുക. ജ്ഞാനഹുദാശനേന, ജ്ഞാനാഗ്നിയാൽ, സമ്യക് ജ്ഞാനഹുദാശനേന വിലയഃ പ്രാക് സഞ്ചിതാഗാമിനാം. അപ്പം ജ്ഞാനാഗ്നിയാൽ സഞ്ചിതവും ആഗാമിയും ഒക്കെ കത്തിയെരിയും. പക്ഷെ പ്രാരബ്ധം വളരെ ശക്തമാണ്, വിദ്വാന് പോലും എന്ന് പറഞ്ഞു. ഇനി അടുത്തതാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്, അടുത്ത ലൈൻ. ബ്രഹ്മാത്മൈക്യം അവേക്ഷ്യ തന്മയതയാ യേ സർവദാ സംസ്ഥിതാഃ. ആരാണോ സർവദാ സദാ എല്ലായ്പ്പോഴും ഈ ബ്രഹ്മജ്ഞാനത്തിൽ തന്നെ മുഴുകിയിരിക്കുന്നത്, ബ്രഹ്മജ്ഞാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവും അനുഭവവും ബ്രഹ്മമായിട്ട് തന്നെ കഴിഞ്ഞുകൂടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാരബ്ധം ഇല്ല. അത് ബ്രഹ്മത്തിന് പ്രാരബ്ധമുണ്ടോ?
ബ്രഹ്മത്തിന് പ്രാരബ്ധമുണ്ട്, അത് നിർഗുണ ബ്രഹ്മമാണ്, അതിലൊന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രമണ മഹർഷി വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരാൾക്ക് 3 ഭാര്യമാർ, 3 പ്രാവശ്യമായിട്ട് അയാൾ കല്യാണം കഴിച്ചതാകാം. ഒന്നിനെ 2000 കല്യാണം കഴിച്ച് കാണും, അല്ലെങ്കിൽ 2010 കെട്ടി, 2020 കെട്ടി, അങ്ങനെ 3 പ്രാവശ്യം കെട്ടിയിട്ടുണ്ടാകാം. അയാൾ ഈ കാലവുമായിട്ട് തട്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ എക്സാമ്പിൾ ശരിയാകില്ല. എന്തായാലും ഒരാൾക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ 3 ഭാര്യമാരും വിധവകളാകും. അല്ലാതെ ഒരു ഭാര്യയെ ഒഴിവാക്കാൻ പറ്റുമോ? അവർ വേറെ കല്യാണം കഴിച്ചില്ല എങ്കിലും, അല്ലേ? അപ്പോൾ അതാ പറഞ്ഞത്, 3 പേരും 3 വിധവകളാകും. അതുപോലെ ഈ ജീവനാണ് ഈ കർമ്മങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടിയത്, അല്ലെങ്കിൽ ജീവനാണ് ഈ കർമ്മങ്ങൾ, സഞ്ചിത കർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുന്നത് ജീവനാണ്. ആഗാമി ഇനി വരാൻ പോകുന്നതും ഇപ്പം പ്രാരബ്ധം തൊടുത്തു വിട്ടതും എല്ലാം ജീവനാണ്. അപ്പം ഈ ജീവത്വം നശിച്ചിരിക്കുന്നു. ബ്രഹ്മമാണെങ്കിലോ നൈഷ്കർമ്മ്യമാണ്, ഒരു തരത്തിലുള്ള കർമ്മവുമില്ല, നൈഷ്കർമ്മ്യം. അപ്പോൾ അങ്ങനെയുള്ള സദാ ബ്രഹ്മജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്ന, ബ്രഹ്മമായിട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം പ്രാരബ്ധം എന്നുള്ളത് ഇല്ലേ ഇല്ല. തേഷാം തൃതയം നഹി ക്വചിതപി ബ്രഹ്മൈവ തേ നിർഗുണം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിർഗുണതത്വമാണ്, നിർഗുണതത്വം ഇരിക്കുകയാണ്. ആ നിർഗുണതത്വത്തിന് എന്തോന്ന് പ്രാരബ്ധം? ഒന്നുകൂടി ഇത് വായിക്കാം. പ്രാരബ്ധം ബലവത്ത്, ഏതെങ്കിലും ഒന്ന് പറയൂ. പ്രാരബ്ധം ഉണ്ടെന്ന് പറഞ്ഞു, ഇപ്പോൾ പറയുന്നു പ്രാരബ്ധം ഇല്ല എന്ന്. കൂടുതൽ കുറച്ചുകൂടി ശ്ലോകങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്കതിൽ ഒരു കുറച്ചുകൂടി വ്യക്തത കിട്ടും. പ്രാരബ്ധം ബലവത്തരം ഖലു വിദാം ഭോഗേന തസ്യ ക്ഷയഃ സമ്യക് ജ്ഞാനഹുദാശനേന വിലയഃ പ്രാക്സഞ്ചിതാഗാമിനാം ബ്രഹ്മാത്മൈക്യമവേക്ഷ്യ തന്മയതയാ യേ സർവദാ സംസ്ഥിതാഃ തേഷാം തൃതയം നഹി ക്വചിതപി ബ്രഹ്മൈവ തേ നിർഗുണം. ഒരല്പം പോലും ബാധിക്കില്ല എന്നാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മമായിട്ടിരിക്കുന്ന ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം സുഖമാണ് എങ്കിലും ദുഃഖമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ തനതായിട്ടുള്ള സ്വരൂപമായിട്ട് കഴിയുന്നു. അവിടെ വേറൊന്നുമില്ല. ഇനി ഉപാധിതാദാത്മ്യവിഹീന കേവലം ബ്രഹ്മാത്മനൈവാത്മനി തിഷ്ഠതോ മുനേഃ പ്രാരബ്ധ സദ്ഭാവകഥാനയുക്ത സ്വപ്നാർത്ഥ സംബന്ധകദൈവ ജാഗ്രതഃ ഉപാധിതാദാത്മ്യവിഹീന കേവല ബ്രഹ്മാത്മനൈവാത്മനി തിഷ്ഠതോ മുനേഃ പ്രാരബ്ധ സദ്ഭാവകഥാനയുക്ത സ്വപ്നാർത്ഥ സംബന്ധകദൈവ ജാഗ്രതഃ. മുനേഹേ, ആ ഒരു മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം മുനേ കേവല ഉപാധിതാദാത്മ്യവിഹീന കേവല ബ്രഹ്മാത്മനൈവ ആത്മനി തിഷ്ഠതോ. കേവല ബ്രഹ്മമായിട്ട് ഇവിടെ ആത്മാവായി, അല്ലെങ്കിൽ താൻ ആത്മാവാണ്, പരം തത്വമാണ്, പരമാത്മാവാണ്, താൻ ബ്രഹ്മമാണ് എന്നിങ്ങനെ ഇവിടെ അതായിട്ട് അതിനെ സാക്ഷാത്കരിച്ച് അതായി കഴിഞ്ഞുകൂടുന്ന ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം ഉപാധിയുമായിട്ട് അദ്ദേഹത്തിന് ഒരു താതാത്മ്യവുമില്ല. നമുക്ക് ഈ രമണ മഹർഷിയുടെയൊക്കെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, അല്ലേ? ധ്യാനത്തിൽ നിന്നും അദ്ദേഹത്തെ എല്ലാവരും കൂടി എഴുന്നേൽപ്പിച്ച്, അല്ലെങ്കിൽ ആ സമാധിയിൽ നിന്നൊന്ന് പൊക്കിയെടുത്തപ്പോൾ ഉറുമ്പുകൾ അദ്ദേഹത്തിൻ്റെ ദേഹമൊക്കെ ഉറുമ്പരിച്ചിരുന്നു, അല്ലേ? വാത്മീകിയുടെയൊക്കെ അവസ്ഥ അങ്ങനെയാണ്, അല്ലെ? ചിതൽപുറ്റ് വന്ന് മൂടിയിരുന്നു. അപ്പോൾ ഉപാധിയുമായിട്ടൊരു താതാത്മ്യവും ഇല്ല. ഉപാധിയായിട്ട് താതാത്മ്യം ഉണ്ടെങ്കിൽ ഒരു ഉറുമ്പിൻ്റെ കടി കിട്ടട്ടെ, അപ്പോൾ അറിയാം, അല്ലേ? ഉടനെ തന്നെ അതിനെ കൊല്ലാനായിട്ട് നോക്കും. അപ്പോൾ ആ ഒരു മുനിയെ സംബന്ധിച്ചിടത്തോളം ഉപാധിയായിട്ട് ഒരു താതാത്മ്യവും ഇല്ല, ഒരു കൊട്ടത്തേങ്ങ പോലെ കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ഏതുപോലെയാണോ ഉറക്കത്തിൽ നിന്നും ഉണർന്നവൻ, സ്വപ്നമൊക്കെ കണ്ട് ഉറങ്ങുന്നവൻ പെട്ടെന്ന് ഉണർന്ന് അദ്ദേഹത്തിന് ആ സ്വപ്നത്തിലെ സംഭവങ്ങളൊന്നും ബാധിക്കില്ല.
അദ്ദേഹത്തിന് ആ സ്വപ്നത്തിലെ സംഭവങ്ങളൊന്നും ബാധിക്കില്ലാത്തതുപോലെ പ്രാരബ്ധ കർമ്മം അദ്ദേഹത്തിനെ ഒരല്പം പോലും ബാധിക്കില്ല ഈ മഹാത്മാവിനെ. അപ്പോൾ ശാസ്ത്രം പറയുന്നു പ്രാരബ്ധ കർമ്മം ഉണ്ട് എന്ന്. അപ്പോൾ ഇനിയും എന്താ കുറച്ചുകൂടി പ്രാരബ്ധ കർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. ബാധിക്കില്ല. പ്രാരബ്ധ കർമ്മ ദേഹത്തിനുണ്ടാകാം, പക്ഷേ എങ്കിൽ അദ്ദേഹത്തെ ബാധിക്കില്ല അത്. ഇപ്പോൾ പ്രസിദ്ധമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് എന്നുള്ളത് സഞ്ചിതം ആഗാമി ഇത് രണ്ടും അവസാനിക്കുന്നു, പക്ഷേ പ്രാരബ്ധത്തിലൂടെ കടന്നു പോകണം. പക്ഷേ ബ്രഹ്മമായി കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രാരബ്ധമാണ്? സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവൻ ആ സ്വപ്നത്തിൽ കണ്ടതുമായിട്ടൊന്നും ഒരു ബന്ധവും വെച്ച് പുലർത്തുന്നില്ല. അതുപോലെ തന്നെ ആണ് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം. ഒന്നുകൂടി ഇതൊന്ന് വായിക്കാം. ഉപാധിതാതാത്മ്യവിഹീന കേവല ബ്രഹ്മാത്മനൈവാത്മനി തിഷ്ഠതോ മുനേഃ പ്രാരബ്ധ സദ്ഭാവകഥാനയുക്ത സ്വപ്നാർത്ഥസംബന്ധകദൈവ ജാഗ്രതഃ നഹി പ്രബുദ്ധഃ പ്രതിഭാസദേഹേ ദേഹോപയോഗിന്യപി ച പ്രപഞ്ചേ കരോത്യഹന്താം മമതാമിദന്താം കിന്തു സ്വയം തിഷ്ഠതി ജാഗരേണ നഹി പ്രബുദ്ധഃ പ്രതിഭാസദേഹേ ദേഹോപയോഗിന്യപി ച പ്രപഞ്ചേ കരോത്യഹന്താം മമതാമിദന്താം കിന്തു സ്വയം തിഷ്ഠതി ജാഗരേണ നഹി പ്രബുദ്ധഃ ഉണർന്നവന് ന കരോതി എന്ത് അഹന്ത മമത ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. ന കരോതി ചെയ്യുന്നില്ല. പ്രതിഭാസദേഹേ അതായത് ആ സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവന് പിന്നെ ആ സ്വപ്നം കണ്ട ആ ദേഹം, സ്വപ്നത്തിൽ കണ്ട ആ കാര്യങ്ങളുമൊന്നുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. സ്വപ്നത്തെ വിഭവങ്ങൾ സ്വപ്നത്തിൽ പലതരത്തിലുള്ള നല്ല സദ്യ കഴിച്ചതായിട്ടും പല വിഭവങ്ങൾ ഒരുപാട് മാമ്പഴങ്ങളൊക്കെ കൂട്ടിവെച്ചതായിട്ടും ഒക്കെ കണ്ടു. പക്ഷെ ആ വിഭവങ്ങൾ സ്വപ്നത്തിൽ നിന്ന് ഉണർന്ന് എഴുന്നേറ്റവന് ഉപയോഗം വല്ലതും ഉണ്ടോ? ഉണർന്നവൻ അതൊന്നും ആവശ്യമില്ല. ആവശ്യമില്ല എന്ന് മാത്രമല്ല അത് സാധിക്കുകയില്ല, അല്ലേ? നഹി പ്രബുദ്ധഃ പ്രതിഭാസദേഹേ ദേഹോപയോഗാന്യപി ച പ്രപഞ്ചേ കരോത്യഹന്താം മമതാഭിദന്താം കിന്തു സ്വയം തിഷ്ഠതി ജാഗരേണ. ഇപ്പം ഏതുപോലെയാണോ ഈ സ്വപ്നത്തിൽ കണ്ട വസ്തുക്കൾ അത് ആ സ്വപ്നദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് സ്വപ്നത്തിൽ കണ്ട ആ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് ഉണർന്നു കഴിയുമ്പോൾ അതിൻ്റെ ഒരാവശ്യവുമില്ല, അതിൻ്റെ ഒരു ഉപയോഗവുമില്ല. അതുപോലെയാണ് ഒരു ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ സുഖദുഃഖാദികൾ എല്ലാം തന്നെ. ഓക്കെ, അടുത്ത ശ്ലോകം. നതസ്യമിഥ്യാർത്ഥസമർത്ഥനേച്ഛാം ന സംഗ്രഹസ്തജ്ജഗതോപി ദൃഷ്ടഃ തത്രാനുവൃത്തിർയദി ചേന്മൃഷാർത്ഥേ ന നിദ്രയാ മുക്ത ഇതീഷ്യതേ ധ്രുവം ന തസ്യ മിഥ്യാർത്ഥസമർത്ഥനേച്ഛാം ന സംഗ്രഹസ്തജ്ജഗതോപി ദൃഷ്ടഃ തത്രാനുവൃത്തിർയദി ചേന്മൃഷാർത്ഥേ ന നിദ്രയാ മുക്ത ഇതീഷ്യതേ ധ്രുവം. ന തസ്യ മിഥ്യാർത്ഥ സമർത്ഥനേച്ഛ ഇച്ഛ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ കണ്ട അല്ലെങ്കിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുള്ള ആ പദാർത്ഥങ്ങളെക്കുറിച്ചൊന്നും ഉണർന്നിട്ടുണ്ട് എങ്കിൽ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടാകില്ല. അപ്പോൾ ആ വിഷയങ്ങളുടെ കണ്ട വിഷയങ്ങളെ അതിൻ്റെ റിയാലിറ്റി സമർത്ഥിക്കാനായിട്ട് പിന്നെ ആരും അതൊന്നും പണിപ്പെടുകയൊന്നുമില്ല. അതാ കണ്ടത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ടോ എങ്കിൽ വളരെ അല്ലേ, ചില ആളുകളുണ്ട് സ്വപ്നത്തിൽ കണ്ട സ്വപ്ന വിവരണം തരാനായിട്ട് വളരെ സമർത്ഥരാണ്. ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണെന്നാണ്.
അപ്പോൾ സ്വപ്നത്തിൽ കണ്ടതിനെ എന്താ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയോ അതിനെ അത് എത്രമാത്രം ഇതോട് കൂടിയാണ് എന്നൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ സ്വപ്നത്തിൽ കണ്ടതിനെ തന്നെയാണ് ആ സ്വപ്നം കണ്ടു കഴിഞ്ഞ് ഏറ്റു കഴിഞ്ഞിട്ടും സ്വപ്നത്തെക്കുറിച്ച് തന്നെയാണ് ചിന്തയും പറയുകയും ഒക്കെയാണ് എങ്കിൽ ഇപ്പോഴും ഉണർന്നിട്ടില്ല എന്ന് തന്നെ സാരം. ഇപ്പോഴും സ്വപ്നത്തിൽ തന്നെയാണ്. തത്വത് പരേ ബ്രഹ്മണി, തത്വത് പരേ, അതുപോലെ തന്നെ തത്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ സദാത്മനാ തിഷ്ഠതി നാന്യദീക്ഷ്യത്തെ സ്മൃതിർയഥാ സ്വപ്നവിലോകിതാർത്ഥേ തഥാവിധഃ പ്രാശനമോജനാദോ തദ്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ സദാത്മനാ തിഷ്ഠതി നാന്യദീക്ഷ്യത്തെ സ്മൃതിർയഥാ സ്വപ്നവിലോകിതാർത്ഥേ തഥാവിധഃ പ്രാശനമോജനാദോ. അപ്പം അതുപോലെ തന്നെ സത്തായി കഴിയുന്ന തത്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ, ബ്രഹ്മത്തിലിരിക്കുന്ന അല്ലെ ബ്രഹ്മമായിട്ടിരിക്കുന്ന സത്തായിട്ടിരിക്കുന്ന ആ മഹാത്മാവിനെ സംബന്ധിച്ചിടത്തോളം അന്യദീക്ഷതേ, അദ്ദേഹം തന്നിൽ നിന്ന് അന്യമായിട്ട് വേറൊന്നിനെയും കാണുന്നില്ല. അദ്ദേഹത്തിന് താനല്ലാതെ വേറൊന്നും, അതല്ലാതെ ആ സ്വരൂപമല്ലാതെ വേറൊന്നും അവിടെ അറിയുന്നുമില്ല. പിന്നെയോ സ്മൃതിർ യഥാ സ്വപ്ന വിലോകിതാർത്ഥേ, സ്മൃതി അവശേഷിക്കുന്നു. അപ്പോൾ ഈ ലോക വ്യവഹാരവും ഒരു സ്മൃതി പോലെ ഒരു ഓർമ്മയുണ്ടാകാം. സ്വപ്നത്തിൽ കണ്ടതും കാണാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പോലും ചിലർ വിവരണം തരാറുണ്ട് അല്ലേ, നല്ല മിടുക്കരാണ്. അപ്പോൾ ഈ സ്വപ്നത്തിലെ ആ ഒരു കണ്ടത് ഒരു സ്മൃതി അവശേഷിക്കുന്നു. അതുപോലെ തന്നെ ഈ ലോക വ്യവഹാരവും ഒരു സ്മൃതി പോലെ കാണുന്നുണ്ടാകാം, പ്രതികരിക്കുന്നുണ്ടാകാം, എല്ലാം ഒരു പ്രയത്നം വിനാ സംഭവിക്കുകയാണ്. അപ്പോൾ ബ്രഹ്മജ്ഞാനിക്ക് പ്രാരബ്ധം ഇല്ല. കാരണം എന്താ, ബ്രഹ്മത്തിന് പ്രാരബ്ധം ഇല്ല. അത് തന്നെ. ഇപ്പോൾ ശരീരത്തിന് പ്രാരബ്ധം ഉണ്ടാകാം, ശരീരത്തിന് പ്രാരബ്ധം ഉണ്ടാകാം. ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെയാണ്. ആ ബ്രഹ്മത്തിന് പ്രാരബ്ധം ഇല്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രാരബ്ധമൊന്നുമില്ല. ഇനി അടുത്ത ശ്ലോകം ഇതൊന്നുകൂടി വായിക്കാം. തദ്വത് പരേ ബ്രഹ്മണി വർത്തമാനഃ സദാത്മനാ തിഷ്ഠതി നാന്യദീക്ഷതേ, അതല്ലാതെ വേറൊന്നും അദ്ദേഹം അറിയുന്നില്ല, കാണുന്നില്ല. സ്മൃതിർയഥാ സ്വപ്ന വിലോകിതാർത്ഥേ തഥാവിധ പ്രാശനമോജനാദോ. അദ്ദേഹത്തിൻ്റെ ആ ദൈനംദിന ജീവിതങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുന്നതും അതെല്ലാം തന്നെ സംഭവിക്കുന്നതാണ്. എല്ലാം പ്രയത്നം വിനാ സംഭവിക്കുന്നു. ഇനി പ്രാരബ്ധം ആർക്കാണ് എന്നുള്ളത് അടുത്ത ശ്ലോകം നോക്കാം. കർമ്മണാ നിർമ്മിതോ ദേഹഃ പ്രാരബ്ധം തസ്യ കൽപ്യതാം നാനാദേരാത്മനോ യുക്തം നൈവാത്മാ കർമ്മ നിർമ്മിതഃ. കർമ്മണാ നിർമ്മിതോ ദേഹഃ പ്രാരബ്ധം തസ്യ കൽപ്യതാം നാനാദേരാത്മനോ യുക്തം നൈവാത്മാ കർമ്മ നിർമ്മിതഃ. കർമ്മണാ നിർമ്മിതഃ ദേഹഃ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർമ്മം കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. സത്കർമ്മജന്യം, കർമ്മത്താലാണ്, എൻ്റെ കർമ്മം കൊണ്ടാണ്, എൻ്റെ തന്നെ കർമ്മം കൊണ്ടാണ് ഈ ശരീരത്തിൻ്റെ ഷേപ്പും ഈ ശരീരത്തിൻ്റെ കളറും ഒക്കെ കർമ്മത്താൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ശരീരത്തിന് പ്രാരബ്ധമുണ്ട്. പ്രാരബ്ധ സൂത്ര ഗൃഥിതം ശരീരം ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ജ്ഞാനി അത്രയും വലിയ മഹാത്മാവ്, അത്രയും വലിയ ഭക്തന് ക്യാൻസറോ അല്ലേ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ. ശരീരത്തിന് പ്രാരബ്ധമുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില ജ്ഞാനികൾ വളരെ നല്ല പാർപ്പിടം കാണും, നല്ല ആവാസം നല്ലതായിരിക്കാം, എല്ലാ തരത്തിലുള്ള സുഖ സൗകര്യങ്ങളോടുകൂടിയായിരിക്കാം കഴിയുന്നത് ചില ജ്ഞാനികളൊക്കെ. ചില മഹാത്മാക്കൾ, ചില ജ്ഞാനികൾക്ക് സ്ഥിരം
യാചിക്കേണ്ടതായിട്ട് വരും, പിച്ചക്കാരെ പോലെ ഇരിക്കേണ്ടതായിട്ട് വരും. അല്ലേ? ചിലർക്ക് യാചനയായിരിക്കാം, ചിലർക്ക് ഭക്ഷണമാണ് എങ്കിലും വസ്ത്രമാണ് എങ്കിലുമൊക്കെ വളരെ നല്ല രീതിയിലായിരിക്കാം. അപ്പോൾ ആത്മാ എന്നുള്ളത് ഒരിക്കലും കർമ്മത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് അല്ല, കർമ്മം കൊണ്ടുണ്ടാക്കാനോ അല്ലെ കർമ്മനിർമ്മിതമല്ല ആത്മാവ്. അപ്പം അതുകൊണ്ട് തന്നെ പ്രാരബ്ധവും ഇല്ല. പക്ഷേ ശരീരം കർമ്മജന്യമാണ്. അതുകൊണ്ട് തന്നെ കർമ്മത്തെ തൊടുത്തുവിട്ട കർമ്മം ആ ശരീരത്തെ ബാധിക്കുക തന്നെ ചെയ്യും. കർമ്മണാ നിർമ്മിതോ ദേഹഃ പ്രാരബ്ധം തസ്യ കൽപ്യതാം നാനാദേരാത്മനോ യുക്തം നൈവാത്മാ കർമ്മനിർമ്മിതഃ അജോ നിത്യശാശ്വത ഇതി ബ്രൂതേ ശ്രുതിരമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുതഃ പ്രാരബ്ധകൽപനാം അജോ നിത്യശാശ്വത ഇതി ബ്രൂതേ ശ്രുതിരമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുതഃ പ്രാരബ്ധകൽപനാം. അപ്പോൾ ഈ ആത്മാവ് എങ്ങനെയുള്ളതാണ്? ആത്മാവ് കർമ്മനിർമ്മിതമല്ല, പിന്നെയോ അജഹ നിത്യഹ ശാശ്വതഃ ഇതി ബ്രൂതേ. ആത്മാവ് അജനാണ്, നിത്യമാണ്, എന്നെന്ന് നിലനിൽക്കുന്നതാണ്, ശാശ്വതമാണ്. ഇതി ബ്രൂതേ ആര് പറയുന്നു? ശ്രുതിഹി അമോഘവാക്ക്, ഒരിക്കലും വ്യർത്ഥമാകാത്ത ആ വാക്കോടുകൂടിയ ആ ശ്രുതി ഇങ്ങനെയൊക്കെ പറയുന്നു. ശ്രുതി ബ്രൂതേ, ഉപനിഷത്ത് പറയുന്നു ആത്മാവ് ആത്മസ്വരൂപം അജമാണ്, ജനിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ അൺബോൺ, ഇങ്ങനെയൊക്കെ പറയുന്നു. അപ്പോൾ ശ്രുതി പറയുന്നു തദാത്മന തിഷ്ഠതോസ്യ കുതഃ പ്രാരബ്ധ കർമ്മണ. അപ്പം ആത്മസാക്ഷാത്കാരം നേടിയവൻ ആത്മാവായിട്ട് തന്നെ ഇരിക്കുന്നു. ബ്രഹ്മസാക്ഷാത്കാരം നേടിയ ബ്രഹ്മം തന്നെയാണ്, ആത്മാ തന്നെയാണ്, ശുദ്ധ ബ്രഹ്മം തന്നെയാണ്. അങ്ങനെയുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്ത് പ്രാരബ്ധമാണ് ഇവിടെ ഉള്ളത്? അജോ നിത്യശാശ്വത ഇതി ബ്രൂതേ ശ്രുതിരമോഘവാക് തദാത്മനാ തിഷ്ഠതോസ്യ കുതഃ പ്രാരബ്ധകൽപനാം. പ്രാരബ്ധം സിദ്ധ്യതി തദാ യദാ ദേഹാത്മനാ സ്ഥിതിഃ ദേഹാത്മഭാവോ നൈവേഷ്ടഃ പ്രാരബ്ധം ത്യജ്യതാ മതഃ. പ്രാരബ്ധം സിദ്ധ്യതി തദാ യദാ ദേഹാത്മനാ സ്ഥിതിഃ ദേഹാത്മഭാവോ നൈവേഷ്ടഃ പ്രാരബ്ധം ത്യജ്യതാ മതഃ. അപ്പം പ്രാരബ്ധം സിദ്ധ്യതി തദാ യഥാ ദേഹാത്മനാ സ്ഥിതി. ഈ ദേഹത്തിൽ ദേഹമായിട്ടിരിക്കുന്നവനെ പ്രാരബ്ധമുള്ളൂ. ഈ ദേഹമാണ് ഞാനെന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞാൻ രോഗിയായി, ഞാൻ എല്ലാം അല്ലേ, എന്തൊക്കെയാണോ ഞാൻ സുഖിയായി, ഞാൻ ദുഃഖിയായി, എല്ലാം വരും. ദേഹമായിട്ടിരിക്കുന്നവനെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ബാധിക്കും, പ്രാരബ്ധമെല്ലാം ബാധിക്കും. പക്ഷേ ബ്രഹ്മജ്ഞാനിക്ക് ഒരു പ്രാരബ്ധവും ഇല്ല. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമാണ്. അപ്പോൾ ദേഹാത്മഭാവ നൈവേഷ്ട പ്രാരബ്ധം ത്യജ്യതാ മതഃ. അതുകൊണ്ട് പ്രാരബ്ധത്തെ ത്യജിക്കുകയാണ്. അല്ലെങ്കിൽ ഞാനീ ശരീരമല്ല എന്നുള്ള ആ ഒരു അറിവിൽ ശരീരത്തിൻ്റെ സ്ഥിതി തന്നെ അംഗീകരിക്കുന്നില്ല. ശരീരം ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയുന്നില്ല. അതാണ് ഒരു ബ്രഹ്മജ്ഞാനിയുടെ അവസ്ഥ. ശരീരം അവിടെ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അദ്ദേഹത്തിന് ഇല്ല എങ്കിൽ പിന്നെ എന്ത് പ്രാരബ്ധമാണുള്ളത്? അപ്പം അതുകൊണ്ട് ബ്രഹ്മജ്ഞാനിക്ക് ഒരു പ്രാരബ്ധവും ഇല്ല. ബ്രഹ്മജ്ഞാനി ബ്രഹ്മമാണ്. ദേഹത്തിൽ കഴിയുന്ന ദേഹിയായിട്ടിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈ ദേഹമാണ് ഞാനെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ദേഹമനോബുദ്ധികളാൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന ഒരുവന് പ്രാരബ്ധമുണ്ട്, എല്ലാമുണ്ട്. അപ്പം ഈ ശരീരമല്ല എന്നുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ശരീരം തന്നെ ഇല്ല. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഇതൊന്ന് വായിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. പ്രാരബ്ധം സിദ്ധ്യതി തദാ യദാ ദേഹാത്മനാ സ്ഥിതിഃ ദേഹാത്മഭാവോ നൈവേഷ്ടഃ പ്രാരബ്ധം ത്യജ്യതാം അധഃ. ഓക്കെ, അപ്പം അതുകൊണ്ട് പ്രാരബ്ധം എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടതാണ്. ഇല്ല, ആർക്ക്? ജ്ഞാനിക്ക്.
ഓക്കെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.